ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, നമ്മളുടെ വീടിരിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷം ആവാനായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു പ്രാവശ്യം പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മതിൽ മുതൽ നമുക്ക് ഒന്നും കൂടെ പെയിൻ്റ് അടിക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള തുടക്കമാണ് കേട്ടോ. ഹലോ ഗൈസ്, ഞാനിവിടെ കുറേ ആൾക്കാർ ഫോണിൽ കളിക്കൂട്ടിട്ടുണ്ടല്ലോ. അല്ലേട്ടാ സുലോ സുലോ അപ്പ അപ്പ മതിൽ പണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോടക്കേ. ഒന്ന് വാ, മതിലേ കണ്ടേ വാ. കോയ് ഫോൺ ഓഫ് ആക്കേ. മതിലാകാൻ പോണ്ടേ? മതിലാകാൻ പോണ്ടേ? വാ. അല്ല, ഈ പപ്പ ഇവിടെ പണിയെടുക്കണം പറഞ്ഞ പപ്പനെ കാണാനല്ലോ. അപ്പോൾ അതാ ഷിതുമോൻ്റെ വക ഒരു വീഡിയോ എടുക്കലാണ് കേട്ടോ. അതെ, അപ്പോൾ നമ്മൾ മതിലടക്കമൊക്കെ കഴുകലുണ്ട് കേട്ടോ. വീഡിയോയിൽ കണ്ടാൽ തോന്നുന്നു നമ്മൾ തീരെ കഴുകലില്ലാന്ന്. നമ്മൾക്ക് റോഡിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ വണ്ടികൾ നന്നായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഉച്ച പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേനൽക്കാലം ആകുമ്പോൾ പൊടിയും ഇതുപോലെ നന്നായി ഉണ്ടാവാറുണ്ട് കേട്ടോ. സിദ്ധിയാക്കോ, നിൽക്ക പപ്പ പറയുന്നിടത്ത് കയറിയാൽ മതി. ഉണ്ടോക്കി ഓനെങ്ങനെ കയറുണ്ട് പറഞ്ഞു കൊടുക്കി. അല്ല, അവിടുന്ന് അങ്ങനെ ചവിട്ടാറ്റോ അവിടെ. ഇപ്പം നമ്മളെ സുനുമോൻക്കാണെങ്കിലും ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഷിതുമോൻക്കാണെങ്കിലും എന്നാൽ തന്നെ നമ്മൾ ഈ ഫോണിലെ കളി കുറേ ഒഴിവാകുമല്ലോ. കുട്ടികൾക്ക് ഇങ്ങനത്തെ ഓരോ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിലും അവർ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഷീറ്റിൻ്റെ മുകളിൽ ഇരുന്നിട്ട് മുകൾ ഭാഗം മറുകോണ് ആ ചുമരൊക്കെ ഒന്ന് കഴുകാമെന്നാട്ടോ കരുതണത്. അപ്പോൾ അതാ ഇങ്ങനെ ഒരു കാർ വാഷർ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ടോ ക്ലീനിങ്ങിന്. ഏത് ക്ലീനിങ് ആണെങ്കിലും നമ്മൾ ചവിട്ടി അങ്ങനെ ഇപ്പോൾ നമ്മൾ ചുമരൊക്കെ കഴുകണമെന്നുണ്ടെങ്കിലൊക്കെ കാർ വാഷർ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടോ. നമുക്ക് ഷാർപ്പ് ചെയ്തെങ്ങാണ്ടും എങ്ങനെയും നമുക്ക് അതുകൊണ്ട് കഴുകാൻ പറ്റും. അത്രയും പോവാത്ത ഭാഗത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ബ്രഷ് ഉപയോഗിക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ മതിൽ അത്യാവശ്യം നല്ലോണം കഴുകാണ്ട് കേട്ടോ. ഞാനും സൂനും സിദ്ധിയാക്കും ഞങ്ങളൊക്കെ അങ്ങനെ മാറി മാറി കഴുകിക്കാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ എന്തായാലും 2 കോട്ട് പെയിൻറ്റ് അടിക്കും വേണ്ടി വരും കേട്ടോ. പിന്നെ അത് പിറ്റേ ദിവസമാണ് കേട്ടോ, രാവിലെയാണ്. ഇത് നമ്മളെ വീടിൻ്റെ മുകളിൽ നിന്ന് നമ്മളിവിടെ മല ഉണ്ട് കേട്ടോ, ചേരിയമല. അതിൻ്റെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഒരു മണി 12:30 ആ ടൈം ആകുമ്പോൾ നിർത്തിയിട്ട് വീണ്ടും ഒരു 2:30-3 മണിക്ക് കയറാണ് കേട്ടോ ചെയ്യുക. പിന്നെ സിദ്ധിയാക്കുവിൻ്റെ വർക്കിൻ്റെ ഒഴിവിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ പണിയെടുക്കുന്നത്. പിന്നെ പോരാത്ത നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഉച്ച ടൈമിലൊന്നും നമുക്കിവിടെ പണിയെടുക്കാനൊന്നും കഴിയില്ല. ഇപ്പം തന്നെ ഇത് രാവിലെ ഒരു 10 മണിക്കുള്ള വെയിലാണ് കേട്ടോ. ഇത് അതന്നെ നന്നായി നല്ല അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ നമ്മളെ മറുകോണിലാണ് കേട്ടോ മുകളിൽ ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി എക്സ്ട്രാ ആയിട്ട് നമ്മൾ വാളിൽ ചുമരിൽ ലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 ഭാഗത്തായിട്ട് നമുക്ക് ലൈറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചുമര് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കും കേട്ടോ. ഓവറായിട്ട് കീറുന്നില്ല.
നമ്മൾ വയറ് കൊടുക്കേണ്ട ആ ഒരു വീതിക്ക് മാത്രം ഇട്ട് കീറി കൊടുക്കുന്നത്. അപ്പോൾ ഈ മെഷീൻ നമ്മളെ കയ്യിലുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മതിലൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഉണങ്ങണം. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ ചുമരൊന്ന് കീറി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് വയറിങ് ചെയ്യാൻ കേട്ടോ സിദ്ധിയാക്കും. അപ്പോൾ നമ്മൾ മറുകോണത്തെ ലൈറ്റും വന്ന് കണക്ഷൻ കൊടുക്കുകയാണ് കേട്ടോ ഇത് ചെയ്യണത്. അങ്ങനെ നമ്മൾ സുനു സ്കൂളിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഇത് രണ്ടാമത്തെ ദിവസമായിട്ടാണ് കേട്ടോ വരിക. സുനു സ്കൂളിട്ട് വന്നിട്ട് അപ്പോൾ ശരിക്കും നോക്കുകയാണ് എന്തൊക്കെ പണിയെടുത്തു എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവനക്ക് മടിയായിക്കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഇത് വേറൊരു ദിവസം രാവിലെ കേട്ടോ. ഇത് നമ്മൾ ഒരു 6:30 ആ ടൈമിൽ തന്നെ രാവിലെ കയറിയിട്ടുണ്ട് കേട്ടോ മുകൾക്ക്. അപ്പോൾ നമ്മളെ രാവിലത്തെ വൈബാണ് കേട്ടത്. അപ്പോൾ കിളികളെ സൗണ്ടൊക്കെ ഞാൻ തന്നെ ഇന്ന് ആദ്യമായിട്ടാണ് കേൾക്കണേ. പെയിൻറ്റിൻ്റെ ആവശ്യത്തിന് കയറിയുണ്ട്, അല്ലെങ്കിൽ കേൾക്കില്ല. നല്ല അടിപൊളിയാണല്ലേ. പിന്നെ നമ്മളടുത്ത് തന്നെ മദ്രസയിലുണ്ട്. മദ്രസത്തെ കുട്ടികളെ സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ അവർക്ക് മടിയായിട്ടുണ്ട് കേട്ടോ. നല്ല കോടമഞ്ഞാട്ടെ നമ്മളിവിടെ. നല്ല ഊട്ടിയിലും മൈസൂരിലെ പോലെ ഉണ്ട് നിങ്ങൾ അല്ലേ? നിങ്ങൾ വല്ല ഊട്ടിയിലും മൈസൂരിലെ പോലെ ഇപ്പോൾ. പക്ഷേ അവിടെ ഒന്നുമല്ല ഗൈസ്. നമ്മൾ വീടിൻ്റെ ഏറ്റവും മുകളിലാണ്. പ്രാരാബ്ദത്തിലോ എന്താ പറയാ, അധ്വാനത്തിലോ ശരിക്കും നോക്കി ചോട്ട്. നല്ല പണിയില്ലേ? അപ്പോൾ ഇത് 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കണത്. അപ്പോൾ ഇനി നമ്മൾ മുകൾ ഭാഗം കഴുകാൻ വേണ്ടിയിട്ട് ഓസ് ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മറ്റേ സൈഡ് സിദ്ധിയാക്കി പിടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒച്ചോ ഇങ്ങട്ടാണ് ശീലല്ലോ ഉണ്ട് പന്തൽ പണിക്കേ. അങ്ങനെ അത് നമ്മളെ ഷിതുമോനെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മളെ മദ്രസത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഫോൺ കണ്ടിട്ട് വീഡിയോ എടുക്കുന്നതാണെന്ന് അവർക്കറിയാലോ. അപ്പോൾ അവരിങ്ങനെ ടാറ്റ തരികയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ നമ്മളെ സുനുമോൻ്റെത്. അപ്പോൾ നമുക്ക് സൂം ചെയ്ത് നോക്കട്ടോ സുനുവിനെ കാണുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു റോസ് ടീഷർട്ട് കാണുന്നുണ്ടല്ലോ, റോസും ബ്ലൂവും, അതാണ് കേട്ടോ നമ്മളെ സുനു. എൻ്റെ ഇടയിൽ സിദ്ധിയാക്കുന്ന നല്ല സ്പീഡിൽ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ക്ലീനിങ് ഒക്കെ. പിന്നെ വെള്ളം കൊണ്ട് കഴുകുകയാണ്. ആദ്യം നമ്മളുടെ അതിൻ്റെ ഉച്ചും കാര്യങ്ങളൊക്കെയാണ് കളഞ്ഞത്. ഇനി കഴുകലാണ് കേട്ടോ. ഈ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണേ. അപ്പോഴേക്കും എനിക്ക് ജലദോഷം ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് സൗണ്ടിനൊരു മാറ്റം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്